അവിടെ നാളെ വാവായില്ലേ, ബലി തെറുപ്പാണ് അവത്ത് കൊടുക്കത്. എന്തെല്ലാം പരിപാടിയല്ലേ, പിള്ളേർക്കെല്ലാം അടുപ്പിച്ച് ലീവ് തന്നെ. എടാ നീ ഗരുഡ പുരാണം കേട്ടിട്ടുണ്ടോ? ഗരുഡ പുരാണം? അത് ഇൻസ്പെക്ടർ ഗരുഡല്ലേ? എടാ അത് സിനിമ, ഇത് ഗരുഡ പുരാണം. അതിലാണ് മരണാനന്തര ജീവിതത്തെ പറ്റിയെല്ലാം പറയുന്നത്. അപ്പൊ ഈ ബാധ കൂടൂടാ, കർക്കിടകത്തിൽ പ്രത്യേകിച്ച്. ആ അതന്നെ, എന്റെ മൂത്താട്ടിന് എപ്പോഴും കൂടുതലുണ്ട്. ഒന്നി കളയപ്പൻ അല്ലെങ്കിൽ അച്ഛൻ. ഓഹോ, ദീപേശേട്ടാ, നിങ്ങളെ മൂത്താട്ടിന് ബാധ കൂടിയിട്ടുണ്ട്. ഇപ്രാവശ്യം നേരത്തെയാ? അപ്പൊ അന്നങ്ങ് തിരക്കുണ്ടാവുമായിരിക്കും. തിരക്കാ? ആ കൃഷ്ണൻ നായരെ വീട്ടിലെ പണിക്കുവാരം ശാന്തേനെ കയ്യോടെ അങ്ങോട്ട് കൂട്ടി. ഉഷന്റെ മുത്തപ്പ ചടേന്ന് 4 മക്കളുമായി. ഗിരിയേ, നിന്റെ മൂത്ത മോള് 2ാമത് പ്രസവിച്ചടേ. നാരായണ വിലസല്ലേ ലിജേശ്വരം കൂടി 2ാമത് പ്രസവിക്കണായാലും മരിച്ചിന് അല്ലേ? എന്തോട്ടാ ചേട്ടാമേ, ഇങ്ങനെല്ലാം ബാധ കൂടലുണ്ടാ? ഏടാ കുറുക്കനേഷൻ, ഈ ട്രൗസർ ഇടാണ്ട് നടക്കുന്ന സ്ഥലത്ത് കണ്ടാലടാ ഇന്ന നാരായണൻ ഒക്കെ നാരായണൻ. ഇയാൾക്ക് എന്റെ കുറ്റപ്പേര് അറിയില്ല. ശരിക്കും പറ, ഇളയപ്പന അല്ല അച്ഛനാ? അച്ഛൻ തന്നെ. എന്നാ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. കേക്കയിലെ ബാനുവച്ചിന്റെ മൂത്ത മോള് നിങ്ങളതാന്ന് പറയുന്നത്. അതിന് ഓളിപ്പം കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്, നമ്മളെ സ്വത്തിന്റെ വിഹിതം വേണമെന്ന് പറഞ്ഞു. സത്യം പറയണം, ഓള് നിങ്ങളെ മോളല്ലേ? അച്ഛാ പോവല്ല, ഇപ്പം പോയിക്കോ. അടുത്ത കർക്കിടവാവിന് വരുമല്ല, അന്നേരം ഞാൻ പിടിച്ചോളാം.